എസ് അദ്ദേഹം 16 വയസ്സ് തൊട്ട് ഈ അന്ത്യ നിമിഷം കഴിഞ്ഞ ഒരു 4-5 വർഷം അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൊതുജീവിതത്തിൽ അല്പം മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 85 വർഷത്തിലേറെ കാലം കേരളത്തിന്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഇത്രയും ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ചരിത്രമുള്ള അധികം പേരൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കീഴാള വിഭാഗങ്ങളിൽ നിന്ന്, ഏറ്റവും അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവാണ്. എല്ലാ കാലത്തും നമുക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ എല്ലായ്പ്പോഴും ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ, ഉന്നതമായിട്ടുള്ള സാമൂഹിക പദവികൾ ഉണ്ടായിരുന്ന, ഉന്നതമായ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന വരേണ്യ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് പൊതുവിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും പിന്നീടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ തലപ്പെട്ട് വന്നിട്ടുള്ളത്. പക്ഷെ VS അച്യുതാനന്ദൻ വളരെ താഴെയുള്ള വളരെ താഴെ നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഏറ്റവും പാവപ്പെട്ടവർക്കിടയിൽ ജീവിച്ച് ഒരു ഭിന്നപ്പണിക്കാരനായിട്ട് ജീവിതം ആരംഭിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാള് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ അത്യുന്നതമായിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹം കൈയടക്കി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം കയറി, എത്രമാത്രം ആഴത്തിൽ അദ്ദേഹം കയറി ചെന്നു, എത്രമാത്രം അവരുടെ ഇടയിൽ അദ്ദേഹം ബഹുമാന്യത നേടി എന്നത് ഈ ലാഭയാത്രയുടെ തെളിവാണ്. മാത്രമല്ല, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും VSന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് മത്സരിക്കാനും അതിനോട് വോട്ട് നേടാനും വേണ്ടി അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും യഥാർത്ഥത്തിൽ ശ്രമം നടത്തിയുള്ളൂ. പാർട്ടിക്കകത്ത് VSനെ നിരന്തരമായിട്ട് തേജോവധം ചെയ്ത ആളുകൾ, അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ശബ്ദമുയർത്തിയ ആളുകൾ, അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനായിട്ട് മുദ്രകുത്തിയ ആളുകൾ, അദ്ദേഹത്തിന് വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞ ആളുകൾ, അവരൊക്കെ തന്നെയും VS എന്ന് പറയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം, ജനസ്വാധീനം അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കാനും അവരിൽ പലരും തയ്യാറായത്. VS കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലത്തിന്റെ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രശ്നം, അതുപോലെ തന്നെ കീഴാള സമൂഹങ്ങളിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ നേരെയുള്ള കയ്യേറ്റങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഭവങ്ങള് മറ്റുള്ളവര് എടുത്തു മാറ്റുന്നതിന്റെ അടിച്ചു മാറ്റുന്നതിന്റെ പ്രശ്നങ്ങൾ, ഭാവി കേരളത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ദീർഘകാല കാഴ്ചപ്പാടോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച നേതാവ് എന്ന നിലയിലാണ് VS. എനിക്ക് തോന്നുന്നത് ഭാവിയിൽ കേരളം അദ്ദേഹത്തെ ഓർക്കാൻ പോകുന്നത് ആ നിലയിലാണ്. സർ, നമുക്കറിയാം ഈ ഒരു കേരളത്തിൻ്റെ ഓരോ ചരിത്രം നോക്കുകയാണെങ്കിൽ വിപ്ലവ സൂര്യൻ എന്ന് വെറുതെയല്ല VS അച്യുതാനന്ദനെ പറയുന്നത്. അദ്ദേഹം വിട പറയുമ്പോൾ പതിറ്റാണ്ട് കാലമായി ബഹുജനങ്ങൾക്ക് വേണ്ടി പോരാടി വന്ന ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച ഒരു നേതാവിനെ തന്നെയാണ് കേരളത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം, അതൊക്കെ ഇപ്പോഴുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും അത് കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്. അത്രത്തോളം ഒരു ചരിത്രം ബാക്കി വെച്ച് തന്നെയാണ് VS മടങ്ങുന്നതും, അല്ലേ? അല്ല, VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അപ്പൊ വയലാർ വിപ്ലവം യഥാർത്ഥത്തിൽ ഒരു വിജയമായിട്ട് കാണാൻ കഴിയില്ല. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് തകർക്കപ്പെട്ടത്. അത് യഥാർത്ഥത്തിൽ എത്രത്തോളം ഒരു സായുധ വിപ്ലവം എന്ന നിലയിൽ VS അതിനകത്ത് ഒരു പങ്കാളിയായിരുന്നു. അദ്ദേഹം അതിന് നേതാവായിരുന്നില്ല. വയലാർ സമരം അടക്കമുള്ള സമരങ്ങള് കേരളത്തിലൊരു വലിയ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വിജയമായിരുന്നില്ല. പക്ഷേ VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദീർഘകാല ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. കാരണം പൊതുജീവിതത്തിന് വേണ്ടി, നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മസമർപ്പണം നടത്താനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയാണ് ആ വിപ്ലവത്തിൽ പങ്കെടുത്തതിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് ശരിയോ തെറ്റോ ആയിരുന്നോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതിന്റെ പ്രായോഗിക ഫലങ്ങൾ എന്ത് എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ അതിലൂടെ അദ്ദേഹം തെളിയിച്ചത് തന്റെ ജീവിതം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീടുള്ള എല്ലാ കാലത്തും ആ തരത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരായിട്ട് VS നടത്തിയ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതല്ല. പ്രമാണി വർഗങ്ങളോടുള്ള ഒരു നിലയ്ക്കും അദ്ദേഹം കോംപ്രമൈസിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള അമിതാധികാര പ്രവണതകളോട്, അധികാരം കൈയാളാനുള്ള പ്രവണതകളോട്, സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള പ്രവണതകളോട് ഒക്കെ തന്നെ ശക്തമായിട്ട് എതിർത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ആ നിലയിൽ നോക്കിയാൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഒരു മനസാക്ഷിയെ, അവരുടെ ജീവിതത്തെ, അവരുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ആ തരത്തിലുള്ള ഒരു വിപ്ലവ സന്നദ്ധതയുടെ പ്രതീകമായിട്ടാണ് VSനെ കാണേണ്ടത്.
അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പൊതുവിൽ അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് കേരളീയ സമൂഹത്തിന് വേണ്ടിയാണ്, അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ നോക്കിയാൽ ഭാവിയിൽ പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന ആളുകൾക്ക് VS ഒരു മാതൃക ആവേണ്ടതാണ്. കാരണം ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.